ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസം, അതിന് ഇത്രമാത്രം പ്രത്യേകത ലഭിക്കാൻ കാരണം എന്താ? അതുപോലെ ആ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട അമലുകൾ എന്തൊക്കെയാണ് ഉസ്താദ്? ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ലാതെ ആദരിച്ച ദിവസങ്ങളാണ് ഈ 10 ദിവസങ്ങളും. വൽ ഫജ്രി വലയാലിൻ അശ്ർ, ഈ 10 ദിനരാത്രങ്ങളെയും അള്ളാഹു തൊട്ട് സത്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ട്, മാമിൽ അയ്യാമിൽ അമലു സ്വാലിഹി ഫീഹിൻ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിവസം അള്ളാഹുവിന് ഒരാൾ ചെയ്യുന്ന ഇബാദത്തുകൾ മറ്റുള്ള ഇബാദത്തുകളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അള്ളാഹുവിന് ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് ഭയങ്കരമായി ഇഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നല്ലോണം ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഗൗരവം കാണിക്കേണ്ട, ആരാധനാ കർമ്മങ്ങളിൽ ഗൗരവം കാണിക്കേണ്ട ദിനരാത്രങ്ങളാണ്. വല്ലാത്ത പുണ്യമുള്ള ദിവസങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. ഈ 10 ദിവസങ്ങളെ ആദരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനിക്ക് നൽകുന്ന ചില നേട്ടങ്ങളുണ്ട്. ഈ 10 ദിവസങ്ങളെ ആദരിച്ചു കഴിഞ്ഞാൽ, ബഹുമാനിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു ആദരിച്ചതിന് ആദരിക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണല്ലോ. ഒമൻ യുഅല്ലിം ശആയിറല്ലാഹു ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഖൽബിൻ്റെ തഖ്വയാണ്. അതുകൊണ്ട് ഈ 10 ദിവസത്തിന് ആദരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് കൊടുക്കുന്ന 10 ഗുണങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാം. അവൻ്റെ ആയുസ്സിൽ അള്ളാഹു ബർക്കത്ത് ലഭിക്കും. അറഫ നോമ്പിനെ പറ്റി ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, മൻ സാമ യൗമ അറഫ, അറഫ ദിവസത്തിൽ ഒരാൾ നോമ്പ് നോറ്റാൽ അവൻ്റെ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ എന്ന ഹദീസ്. അറഫ ദിനത്തിനെ പറ്റിയുള്ള ഹദീസ്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. ആ ദിവസം നോമ്പ് നോറ്റാൽ അവൻ്റെ മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപം അള്ളാഹു പൊരുത്തപ്പെട്ട് കൊടുക്കും, വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപവും അള്ളാഹു പൊരുത്തപ്പെട്ട് കൊടുക്കുമെന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വെച്ച് പറയുന്നുണ്ട്, മുൻകഴിഞ്ഞ പാപങ്ങൾ പൊരുത്തപ്പെടൽ ഓക്കെയാണ്, വരാൻ പോകുന്ന പാപങ്ങൾ അള്ളാഹു മാപ്പാക്കും എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൂടി ആയുസ് കിട്ടാൻ വരെ ഈ നോമ്പ് കാരണമാകും എന്ന് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ആയുസ്സിൽ അള്ളാഹു ബർക്കത്ത് ലഭിക്കും. ഈ 10 ദിവസങ്ങളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ ആയുസ്സിൽ പ്രത്യേക ബർക്കത്ത് കൊടുക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രണ്ടാമത്തത്, അവൻ്റെ കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ ഒരു കാവലുണ്ടാകുമെന്നാണ്. ഈ പരിശുദ്ധമായ ദിവസങ്ങളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകുമെന്നുള്ളതാണ്. മൂന്നാമത്തേത്, നന്മകൾക്ക് ഒരുപാട് പ്രതിഫലം അള്ളാഹു നൽകുന്ന പ്രത്യേകമായ ദിവസങ്ങളാണ്. ഈ 10 ദിവസം നമ്മൾ ചെയ്യുന്ന നന്മകൾ അള്ളാഹുവിലേക്ക് ഭയങ്കരമായി ഇഷ്ടമുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നമ്മൾ മുമ്പ് പറഞ്ഞു. നന്മകൾക്ക് ധാരാളം പ്രതിഫലം അള്ളാഹു നൽകും. നാലാമതായി, അവൻ്റെ ഖബറിൽ അള്ളാഹു ശിക്ഷയെ ലഘൂകരിക്കും. ഖബറിൽ ശിക്ഷ ഉണ്ടാവുകയില്ല, ഖബറിലെ ശിക്ഷയെ അള്ളാഹു ലഘൂകരിക്കും. ഈ പവിത്രമായ ദിനരാത്രങ്ങളെ ബഹുമാനിക്കുക, നോമ്പെടുക്കുക, നമസ്കാരങ്ങൾ സജീവമാക്കുക, ദിക്റുകൾ സജീവമാക്കുക. അങ്ങനെ സദാസമയവും ഔറാദുകളിലും ഇബാദത്തുകളിലുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. പവിത്രമായ ദിനരാത്രങ്ങളാണ്. അതുപോലെ അഞ്ചാമതായി, അവനക്ക് ബുദ്ധിമുട്ടിൽ പ്രയാസങ്ങളിൽ രക്ഷയുണ്ടാകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബീവി ഹാജറ ബീവിയുടെ അവരുടെ ത്യാഗങ്ങൾ പറയുന്ന, അവരുടെ പ്രയാസങ്ങൾക്ക് സമാധാനം കിട്ടിയ, അല്ലേ, യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ, മകനെ അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോയി. അവരേക്ക് സമാധാനമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഫിദിയയുമായി, ഒരു ആട്ടിൻകുട്ടിയുമായി വന്നു. ആ സമാധാനം ലഭിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സമാധാനം ലഭിക്കാൻ, സന്തോഷം ലഭിക്കാൻ, ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയായി കിട്ടാൻ ഈ പവിത്രമായ ദിവസങ്ങളെ ആദരിക്കുക. അതുപോലെ ആറാമത്തേത്, സമ്പത്തിൽ അള്ളാഹു വർധനവ് നൽകുമെന്നുള്ളതാണ്. ഈ പവിത്രമായ ദിനരാത്രങ്ങളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സമ്പത്തിൽ അള്ളാഹു നല്ല വർധനവ് നൽകും. അവനക്ക് നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും. അവൻ്റെ ജോലിയിൽ, അവൻ്റെ വീട്ടിൽ ഒക്കെ നല്ല റാഹത്തും ഉണ്ടാകുമെന്നുള്ളതാണ് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഏഴാമതായി മഹാന്മാർ രേഖപ്പെടുത്തുന്നു, ഈ പവിത്രമായ ദിനങ്ങളിൽ അവൻ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ അവൻ്റെ ഇസ്തിഗ്ഫാർ എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കും. അവൻ്റെ തൗബയെ പെട്ടെന്ന് സ്വീകരിക്കും, ദോഷങ്ങൾ പെട്ടെന്ന് വെറുക്കപ്പെടും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ രാത്രികളിലും ഈ പകലുകളിലും ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനോട് പറയാൻ, സംസാരിക്കാൻ, കരഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുക. അറഫയുടെ ദിനങ്ങളൊക്കെ വരുമ്പോൾ അറഫയുടെ രാവിലും അറഫയുടെ പകലിലുമൊക്കെ ധാരാളം ഹാജിമാർ
മക്കയിലെ അറഫ മൈതാനത്ത് വെച്ച് ഇങ്ങനെ തടിച്ചുകൂടി അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ നമ്മളും പൊട്ടിക്കരയണം. ആ സമയത്തിൽ അള്ളാഹുവിനോട് ഏകാന്തമായി ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരോട് നമ്മൾ ചെയ്ത ദോഷങ്ങളൊക്കെ ഏറ്റു പറയുക. അറഫയിൽ നിൽക്കുന്നവരുടെ പ്രതിഫലം നൽകാൻ അള്ളാഹുവിന് യാതൊരു തടസ്സവുമില്ല. ഈ പവിത്രമായ ദിവസങ്ങളിൽ പാപമോചനത്തിന് വേണ്ടി നല്ലവണ്ണം ചോദിക്കുക. അള്ളാഹു ധാരാളം പാപമോചനം നൽകുന്ന ദിവസങ്ങൾ കൂടിയാണ് ഈ പവിത്രമായ ദിനരാത്രങ്ങൾ. അതുപോലെ 8ാമത്തേത് സക്കറാത്തിൻ്റെ വേദന ചുരുങ്ങുമെന്നാണ്. ഇന്നലിൽ മൗത്ത് സക്കറാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ ബീവിയോട് മരണവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു. ആ സക്കറാത്തിൻ്റെ വേദനാജനകമായ പ്രയാസം അത് ലഘൂകരിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. 9ാമത്തെ കാര്യം, മീസാൻ തുലാസിൽ നന്മകൾ നല്ല രീതിയിൽ കനം തൂങ്ങും, ഭാരം തൂങ്ങും. മീസാൻ എന്ന് പറയുന്ന തുലാസിൽ നന്മകൾ നല്ല ഭാരം തൂങ്ങും. 10ാമത്തേത് അവൻ്റെ ദറജകൾ ഇങ്ങനെ ഉയർന്നു കിട്ടും. ഈ 10 ദിവസവും നമ്മൾ ചെയ്യേണ്ട ഒരു പവിത്രമായ ദിക്ർ. ഈ 10 ദിവസങ്ങളിലും തക്ബീറിനെയും തഹ്ലീലിനെയും തസ്ബീഹിനെയും തഖ്ദീസിനെയും നിങ്ങൾ അധികരിപ്പിക്കുക. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഒന്നുകൂടെ ചൊല്ല്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിവസങ്ങളിൽ ഈ ദിക്ർ ചൊല്ലൽ വളരെ പുണ്യമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ചൊല്ലുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിക്ർ നല്ല രീതിയിൽ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നന്മ നൽകുമാറാവട്ടെ. ഈ പവിത്രമായ ദിവസങ്ങളെ ആദരിക്കുവാനും അതിൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും നേടിയെടുക്കുവാനും നല്ലോണം ഇബാദത്തെടുക്കുവാനും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഈ പവിത്രമായ മാസത്തിൽ, ഈ പവിത്രമായ ദിവസങ്ങളിൽ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യുക. അത് ഭയങ്കര പുണ്യമുള്ള കാര്യമാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ. ഈ 10 ദിവസങ്ങളെ കുറിച്ചാണ് അത് പറയുന്നത്. വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജയിലെ 10 ദിനങ്ങളെക്കുറിച്ചാണ് എന്നും ഒരുപാട് ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പവിത്രമായ സൂറത്തും ഈ ദിവസങ്ങളിൽ പാരായണം ചെയ്യൽ വളരെ പുണ്യമുള്ള കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നല്ലതുപോലെ ഇബാദത്തൊക്കെ എടുത്ത് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് സമയം അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.